മോഹൻലാലിന് ശേഷം പല നടന്മാരും ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന 50 കോടി ആദ്യം നേടിയ നടൻ. പ്രേമം എന്ന ഒരു ഒറ്റ സിനിമ കൊണ്ട് തമിഴ്നാട്ടിൽ പോലും വൻ കോളിളക്കം സൃഷ്ടിച്ച നടൻ. ഇതിനിടയിൽ നിവിൻ അദ്ദേഹത്തിലെ നടനെ കണ്ടെത്താനും മടിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിൽ നമ്മളെ ഏറ്റവും അധികം ആകർഷിപ്പിച്ചതും ഇതേ നിവിൻ പോളിയുടെ വേഷം തന്നെയായിരിക്കാം. 2019 ഒരു ഓണക്കാലത്ത് ഇറങ്ങിയ മറ്റ് 3 ചിത്രങ്ങളെക്കാൾ നെഗറ്റീവ് റിവ്യൂ വന്നിട്ട് പോലും ഈ ചിത്രം ഓണം വിന്നറായി. ഇന്നും ഒരു അത്ഭുതമാണ് നിവിൻ പോളിയുടെ ആ സ്റ്റാർഡം. അങ്ങനെ ഇരുന്ന നിവിൻ പോളി ഇന്ന് ഇങ്ങനെ ആയതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിവിൻ പോളിയുടെ ഉയർച്ച താഴ്ചകളും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചെറിയൊരു അനാലിസിസുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവിൻ പോളിയുടെ സിനിമ ഏതാണെന്ന് ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമായി നിവിൻ പോളിയുടെ കരിയർ മുഴുവനായി ഒന്ന് അനലൈസ് ചെയ്യാം. ഗോഡ് ഫാദറായി ദിലീപിനെ പോലെ ഒരു നടൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ 5 പേരെ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. മലർവാടി എന്ന് പറഞ്ഞ പുതുമുകളെ വെച്ചൊരു സിനിമ ചെയ്തു. 2010 വിനീത് ശ്രീനിവാസൻ കൈ പിടിച്ച് മലയാള സിനിമയിലേക്ക് എത്തിച്ചുവെങ്കിലും മലർവാടിയിൽ തുടങ്ങിയ നിവിൻ പോളിക്ക് തന്റെ കഴിവ് മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 2014 വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷം 2015 റിലീസായ പ്രേമം ഒരു തരംഗമായി മാറിയതോടെ മോഹൻലാൽ മമ്മൂട്ടി ലെവൽ വരെ നിവിൻ വളരുമോ എന്ന് ഇതിനിടയിൽ പല ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. 2019 ഓണം റിലീസായെത്തിയ ലവ് ആക്ഷൻ ഡ്രാമ കനത്ത നെഗറ്റീവ് റിവ്യൂവിൽ പോലും ക്ലാഷ് വിന്നർ ആയത് ഇന്നും ഒരു അത്ഭുതമാണ്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ 5 വർഷമായി നിവിൻ പോളിക്ക് ഒരു ക്ലീൻ ഹിറ്റില്ല എന്നത് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. അടുത്തതായി നിവിന്റെ കരിയറിലെ വഴിത്തിരിവായ സിനിമകൾ നോക്കാം. 2010 മലർവാടി ആർട്സ് ക്ലബ്ബിൽ തുടങ്ങി 2011 മെട്രോ എന്ന ചിത്രത്തിന് ഒരു പ്രധാന വേഷത്തിൽ നിവിൻ പോളി വന്നിരുന്നു. ഇതിനിടയിൽ സെവൻസ്, സ്പാനിഷ് മസാല പോലുള്ള സിനിമകളിൽ ചെറിയ വേഷങ്ങളും നിവിൻ പോളി നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഇതിനിടയിൽ 2011 ഇറങ്ങിയ തട്ടത്തിന്മറയത്ത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നിവിൻ പോളി മലയാളി യുവ പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു തരംഗമായി മാറിയത്. അതിനുശേഷം 2012 ഇറങ്ങിയ ഡാ തടിയ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷം നിവിൻ പോളിക്ക് ഒരു പ്രത്യേക ശ്രദ്ധ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ നേടിക്കൊടുക്കാൻ സാധിച്ചു. ഇതിനുശേഷം റിലീസായ നേരം എന്ന ചിത്രമായിരുന്നു ശരിക്കും നിവിൻ പോളിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചത്. നേരം എന്ന ചിത്രം വൻ ഹിറ്റായതോടെ പിന്നീട് സ്ക്രിപ്റ്റ് സെലക്ഷനിലും ശ്രദ്ധിച്ച നിവിൻ പോളി ഒരു തരംഗമായി മോളിവുഡ് പ്രേക്ഷകർക്കിടയിലേക്ക് വളരാൻ തുടങ്ങി. ഇനി നിവിൻ എന്ന താരത്തിന്റെ വളർച്ച. 2013 റിലീസായ 1983 1983 എന്ന എബ്രിഡ് ഷൈൻ സിനിമയായിരുന്നു നിവിൻ പോളിയെ ഒരു നടൻ എന്ന രീതിയിൽ മലയാളികൾ അംഗീകരിക്കാൻ കാരണമായ സിനിമ. ഇതിനുശേഷം തുടരെ ഇറങ്ങിയ ബാംഗ്ലൂർ ഡേയ്സ്, വടക്കൻ തിരുപ്പി എന്നീ സിനിമകൾ വൻ സാമ്പത്തിക വിജയം നേടിയതോടുകൂടി നിവിൻ പോളി ഒരു വൻ സ്റ്റാർ മെറ്റീരിയലായി ആ കാലത്ത് ഉയരാൻ തുടങ്ങി. പിന്നീട് 2015 റിലീസായ പ്രേമം ഉണ്ടാക്കിയ തരംഗം അത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നും നമ്മുടെ എല്ലാം ഡ്രസ്സിംഗ് റൂമിൽ 8 വർഷം മുമ്പ് മേടിച്ച ഒരു കറുത്ത ഷർട്ടും ഒരു വെളുത്ത മുണ്ടും കാണാം. ഇതിലും വലിയൊരു ഐക്കോണിക് ഡ്രസ് കോഡ് തന്നെ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഒരു ആക്ഷൻ ഹീറോ ആയും നിവിൻ പോളിയെ മലയാളികൾ പരിഗണിക്കാൻ തുടങ്ങി. റിച്ചി എന്ന സിനിമയിലൂടെ തമിഴ് സിനിമാ ലോകത്തും ഒരു തരംഗം ഉണ്ടാക്കാൻ നിവിൻ പോളി ശ്രമിച്ചുവെങ്കിലും ആ ശ്രമം വിഫലമായി മാറുകയുണ്ടായി. പിന്നീട് 2018 കായംകുളം കൊച്ചുണ്ണി എന്ന ചരിത്ര സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു വലിയ ആക്ഷൻ ഹീറോയായി നിവിൻ പോളി മാറി. പിന്നീട് 2019 ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രം വൻ നെഗറ്റീവ് റെസ്പോൺസ് നേടിയിട്ട് പോലും ബോക്സ് ഓഫീസിൽ വൻ വിജയമായത് ഇന്നും നിവിൻ പോളിയുടെ സ്റ്റാർഡം എത്രത്തോളം അന്നുണ്ടായിരുന്നു എന്നതിന്റെ വലിയൊരു തെളിവായി കാണപ്പെടുന്നു. പിന്നീട് വന്ന OTT യുഗത്തിന് ശേഷം നിവിൻ പോളിക്ക് ഒരു വൻ സ്റ്റാറായി മാറാൻ കഴിയില്ല. കനകം കാമിനി കലഹം, മഹാവീരർ, പടവെട്ട്, തുറമുഖം അങ്ങനെ എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടാൻ തുടങ്ങി. കരിയർ ഹൈപ്പ് സിനിമയായിരുന്ന തുറമുഖത്തിന് പോലും ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നിവിൻ പോളി തെന്നി വീഴുകയുണ്ടായി. അടുത്തത് നിവിൻ നേടിയ നേട്ടങ്ങൾ നോക്കാം. മലയാളത്തിൽ ആദ്യമായി 50 കോടി ക്ലബ്ബ് ടച്ച് ചെയ്ത സിനിമ ഒരുപക്ഷെ ദൃശ്യമായിരിക്കാം. അതൊരു വലിയ മലയാള സൂപ്പർ സ്റ്റാറിന്റെ സിനിമ. എന്നാൽ ഒരു യുവനടന്റെ സിനിമ 50 കോടി ടച്ച് ചെയ്തത് നിവിൻ പോളിയിലൂടെയായിരുന്നു. പ്രേമം എന്ന സിനിമ. ഇതിനുശേഷം വീണ്ടും നിവിൻ പോളി 50 കോടി ടച്ച് ചെയ്തിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലൂടെ. മറ്റു പല യുവനടന്മാർക്കും 30 കോടി പോലും ഗ്രോസ് ഉണ്ടായിരുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിവിന് കിട്ടിയ അവാർഡുകൾ നോക്കാം. 2014 കേരള സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് 1983 എന്ന ചിത്രത്തിലൂടെ നിവിൻ പോളി സ്വന്തമാക്കിയിരുന്നു.
ഇതിനുശേഷം 2019 ഗീതു മോഹൻ സംവിധാനം ചെയ്ത മൂത്തോൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് പ്രത്യേക പരാമർശവും നിവിൻ പോളി നേടിയെടുത്തിരുന്നു. നിവിൻ പോളി എന്ന നടന്റെ സൂപ്പർ സ്റ്റാർത്തിലുണ്ടായ ചില ഉയർച്ചതാഴ്ചകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം സംസാരിച്ചത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിവിൻ പോളി എന്ന നടനെ ഇഷ്ടപ്പെടാനും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി കമന്റ് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.